ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ്വലോകിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള എല്ലാ പൂത്തുകളുടെയും മൂക്കയർ ഒറ്റയടിക്ക് മാറുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്തിനാണ് ഏതിനാണെന്നൊക്കെ ചോദിച്ചാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ കിട്ടും. നമ്മുടെ പൂത്തുകൾ കൊടന്നിട്ട് ഏകദേശം ഒരു മാസത്തിൽ താഴെ ആവാറായിട്ടുണ്ട്. അപ്പോൾ കൊടന്ന സമയത്താണ് നമ്മൾ മൂക്കയർ മാറിയേക്കണേ. പക്ഷേ വീഡിയോ ഇപ്പോൾ ഇടുന്നു എന്നുള്ളേ ഉള്ളൂ. പൂത്തുകളെ കൊടന്ന സമയത്ത് ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ഈ റേഞ്ചൊന്നുമല്ല, ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയിട്ട് കൈത്തീറ്റകളൊക്കെ എടുത്തു തുടങ്ങിയിട്ട് അവർ. അപ്പോൾ മൂക്കയർ മാറുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. പല സ്ഥലങ്ങളിലും ഞാൻ തന്നെ പൂത്തിനെ നോക്കാൻ പോയപ്പോൾ ഒരു 3-4 പൂത്ത്, അതായത് കുതിരാനിലത്തെ കുട്ടികളടക്കം എടുത്ത് വളർത്തിയ കുട്ടികൾ അവർ നിർത്തി അവസാനിപ്പിച്ച് അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 8-ൻ്റെ കയറാണ് ഇടുന്നത്. നമ്മുടെ ചെറുവിരലിൻ്റെ കനുള്ള 8-ൻ്റെ കയറാണ് ഇടുന്നത്. അപ്പോൾ അത് ഇവരെ മൂക്കയർ അത്യാവശ്യം കനമുള്ള കയറാണ് ഇട്ടേക്കണേ. ഓട്ടയും വലുതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കയറ്റി ഇടാൻ പറ്റും. അപ്പോൾ നമ്മളിതേ കണ്ടോ, നമ്മുടെ പൂത്തുകളൊന്നും മൂക്കയർ കണക്റ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇനി വൃത്തിയുള്ള കയർ നമ്മൾ നൈലോൻ്റെ കയറാണ് ഇടുന്നത്. അത് കയറൊക്കെ ഇട്ട് കണക്റ്റ് ആക്കണം. അപ്പോൾ നമ്മൾ കുതിരാനിലത്തെ കുട്ടികളടക്കം നോക്കാൻ പോയപ്പോൾ, വളർത്തു കുട്ടികൾ നോക്കാൻ പോയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്തിൻ്റെ മൂക്കയറൊക്കെ കീറി പഴുത്ത് തകിട് പൊടിയായി. അപ്പോൾ എനിക്ക് ഒരു വീഡിയോ എൻ്റെ എഡിറ്റ് ചെയ്ത് എനിക്ക് അപ്പോഴാണ് എൻ്റെ കയ്യിലെ വീഡിയോ എടുത്തത് ഓർമ്മയുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. എന്തിനാ മൂക്കയർ മാറാന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് ചണത്തിൻ്റെ കയർ അല്ലെങ്കിൽ ഒരു ഒരള്ള കയറാണ്. ഇത് പെട്ടെന്ന് മൂക്ക് കീറും, മൂക്കിൻ്റെ 2 സൈഡ് പൊട്ടും, പുഴു വരാനൊക്കെ സാധ്യതയുണ്ട്. അതെന്തിനാണ് ഏതിനാണെന്നൊക്കെ പറയും പാടത്തേ കണ്ടോ. നമ്മൾ പോത്തിനെ ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കയറമ്പലാണ് പോത്തിനെ കെട്ടുന്നത് കേട്ടോ. നമ്മൾ തൊഴുത്ത് സ്ട്രോങ് അല്ലെങ്കിൽ നമ്മുടെ തൊഴുത്ത് സ്ട്രോങ് ആണ് എന്നുള്ള ഒരു അഹങ്കാരമൊന്നും അല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോസിലും പല ആളുകളും പറയുന്ന ഒരു സംഭവം ഉണ്ട്, ചേട്ടാ തൊഴുത്തിലിട്ട് മൂക്കയർ കുത്തി തൊഴുത്ത് പൊളിച്ച് പോത്ത് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴുത്തിൻ്റെ കമ്പിയും കാര്യങ്ങളൊന്നും സ്ട്രോങ് അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. നമ്മുടെ തൊഴുത്ത് കഴിഞ്ഞ കൊല്ലം വരെ സ്ട്രോങ് അല്ലായിരുന്നു, ഇപ്പോൾ ചെറിയൊരു സ്ട്രോങ് ആണ്. പിന്നെ നമുക്ക് ധൈര്യമുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ കെട്ടിയിരുന്നത് നമ്മൾ പ്ലാവുമ്മലൊക്കെ ഇട്ടിട്ടാണ് മൂക്കയർ കുത്തിയിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ തൊഴുത്തിൻ്റെ കമ്പികളൊക്കെ സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് തൊഴുത്തിലിട്ട് കുത്തുന്നത്. അപ്പോൾ തൊഴുത്ത് സ്ട്രോങ് അല്ലെങ്കിൽ അവർ കമ്പി വലിച്ച് കൊണ്ടുപോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കയർ കുത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സമയത്ത് ഒരു കുറച്ച് നേരം ഭയങ്കര വേദനയും ഇറിറ്റേഷനൊക്കെയാണ്. അപ്പോൾ നമ്മൾ 2 കയറുമ്മലാണ് പോത്തിനെ കെട്ടിയേക്കണം. ഒന്ന് പോത്തിനെ സാധാരണ കെട്ടുന്ന ഒരു കയറ്, അത് കൂടാണ്ട് ഒരു എക്സ്ട്രാ വട്ടക്കയറും കൂടിയും കഴുത്തി കൊടുത്തത്, അതായത് 2 വട്ടക്കയറുണ്ട്. അപ്പോൾ സേഫായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഒരു കയറുമ്പോൾ ഒരിക്കലും മൂക്കയർ കുത്താനോ അതുപോലെ തന്നെ മൂക്കയർ മാറാനോ ശ്രമിക്കാതിരിക്കുക. അതുപോലെ തന്നെ മുറിക്കാൻ പോണതിൻ്റെ ഒരു ഭാഗം കെട്ടുണ്ടാവില്ല. കെട്ടുള്ള ഭാഗത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഉള്ളിൽ കൂടെ കുറക്കാനുള്ളത്, മറ്റേ കെട്ടുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് വട്ടക്കയറുമ്പോൾ ഒന്ന് ചെറിയൊരു പ്ലാസ്റ്റിക് ചരടോ അങ്ങനെ എന്തുണ്ടെങ്കിലും നൈസായിട്ടുള്ള കയറ് കൊണ്ടൊന്ന് കെട്ടിയിടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൽപ്പിടുത്തത്തിൽ പെട്ടെന്ന് അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ മൂക്കയർ ഇപ്പുറത്തെ തലയിൽ കൂടെ ഊരിപ്പോരാൻ പാടില്ല. അതിനാണ് പറയുന്നത്. ഒരു ചെറിയ വെപ്രാളൊക്കെ കാണിക്കും. അത് മാത്രമല്ല, നമ്മൾ എത്ര ചുരുക്കി കെട്ടിയാലും ഇവർ തലയൊക്കെ ചിലപ്പോൾ കൊമ്പൊക്കെ നമ്മുടെ നെഞ്ച്, അതുപോലെ തന്നെ മൂക്ക്, കണ്ണ്, മോന്ത, പല്ല്, അതുമാതിരി ഒരു കാലുമ ചവിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതിന് പരമാവധി അണച്ച് താഴ്ത്തി കെട്ടുക. പിന്നെ വല്ലാണ്ട് തലയുടെ അടുത്ത് കൂടെ ചെസ്റ്റും മുഖവും നെഞ്ഞും കണ്ണും മൂക്കും ഒന്നും കൊണ്ടുപോകാതിരിക്കുക. ഒരൊറ്റ ഇടിക്ക് ചിലപ്പോൾ പല്ല് 32 താഴത്തേക്ക് എടുക്കും. വലിയ വലിയ അപകടങ്ങൾ, കണ്ണ്, മുഖം, അതൊക്കെ വലിയ വലിയ അപകടം. അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിൻ്റെ എല്ല്, വാരിയെല്ലൊക്കെ പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. സംഭവം സിമ്പിളാണ്, പക്ഷെ ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, 2 കയറ് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പോത്ത് പെട്ടെന്ന് കയറ് ഊരി പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിയോട് കൂടിയിട്ടാണ് പോത്ത് പോവുക. ചിലപ്പോൾ ഊരി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കയറ് കണ്ടോ, കയറിൻ്റെ ഒരു തല മാത്രം 3 ലെയറിൽ 1 ലെയർ മാത്രം വെച്ച് ബാക്കിയുള്ളത് കുറച്ച് തല കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് കയറ് മുറിക്കുക. കയറ് മുറിച്ചിട്ട് അതിനോട് ജോയിൻ്റ് അടിച്ചിട്ട് വൃത്തിയായിട്ട് മുറിച്ചതിൻ്റെ അറ്റം വരെ ഇൻസുലേഷൻ അടിക്കുക. അതായത് നമ്മൾ മുറിച്ച വെറുതെ തുമ്പ് മാത്രമല്ല, ആ മുറിച്ചതിൻ്റെ 3 ലെയർ മുറിക്കുമ്പോൾ 2 ലെയർ തുമ്പ് നിൽക്കുമല്ലോ, മുറിച്ചതിൻ്റെ ഭാഗം അവിടത്തോളം വരെ ഇൻസുലേഷൻ അടിക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല കയറും, ബാക്കി 2 ലെയർ വരുമ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് കട്ട പിടിക്കും, കയറ് കട്ട പിടിക്കും, പിന്നെ മൂക്കയർ കയറില്ല. അപ്പോൾ ലേശം അങ്ങോട്ട് നമ്മൾ മുറിച്ചതിൻ്റെ അവിടെ നിന്ന് ഒരു പൊടിക്കും കൂടി ഇൻസുലേഷൻ അടിച്ച് വൃത്തിയാക്കി ഇടുക. അപ്പോൾ സിമ്പിളായിട്ട് ആ കയറ് വലിക്കുന്നതിൻ്റെ ഒപ്പം ഇൻസുലേഷനുണ്ട്. അപ്പോൾ അതങ്ങനെ കയറി പോകും. കണ്ട, ഞങ്ങൾ കുറച്ചങ്ങോട്ട് നീട്ടിയിട്ടാണ് കണ്ട. അതായത് മുറിച്ചതിൻ്റെ അഗ്രം ഒരിക്കലും പുറത്തേക്ക് തള്ളി നിൽക്കരുത്. അപ്പോൾ അല്ലെങ്കിൽ അതായത് ഇത് അവസ്ഥ ഉണ്ടാവും കേട്ടോ. അതേ കണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ട, ഇതേമാതിരി അവസ്ഥ ഉണ്ടാവും. മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറില്ല. കണ്ടോ,
അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കയറ് നേരെ പിടിക്കാതെ കണ്ടില്ലേ, ഇൻസുലേഷൻ ഒട്ടിച്ചിട്ടാണ് അതിൽ കയറ് നേരെ പിടിക്കുക. 1 2 3 4 5 ആണോ അത്രേ ഉള്ളൂ പണി. ഞാൻ ഈ വീഡിയോയിൽ ഒരു എഡിറ്റിങ് നടത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ എടുത്തേക്കണു. അതുപോലെ തന്നെ വീഡിയോ കയറ് അങ്ങോട്ട് മുറിക്കാനും അതുപോലെ തന്നെ സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റി വെക്കാനുള്ള ഒരു മൊബൈൽ ഓഫാക്കൽ മാത്രമേ ഉള്ളൂ. ഒരു എഡിറ്റിങ്ങും ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. ഇത്ര സമയം നമുക്ക് 3 പോത്തിന് മൂക്കയറ് മാറാനായിട്ട് ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി വലിയ ടൈറ്റ് ഇല്ലാണ്ട്, അതായത് കയറ് ഒരിക്കലും വായയിലേക്ക് വരരുത്, എന്നാൽ അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവാനും പാടില്ല. ഒരു ഇടത്തര വലിയ ടൈറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ അത് വട്ടക്കയറുമല്ലോ കാര്യങ്ങളുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടംമാരെ നിങ്ങൾ കെട്ടിക്കൊടുത്തോ, കുഴപ്പമില്ല. മൂക്കയറ് അപ്പം തന്നെ ലോക്കാക്കി ഇടുന്നോണ്ടൊന്നും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംമാര് ചെയ്തോ. ഞാൻ വല്ലാണ്ട് കുറുമ്പ് കാണിക്കുന്നവരെ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടക്കയറ് മൂക്കയറിൻ്റെ ഉള്ളിലൂടെ 2 പ്രാവശ്യം കോർക്കലാണ് ചെയ്യാറ്. എന്ന് വെച്ചാൽ നമ്മൾ നെല്ല് കൃഷി കാര്യങ്ങളൊക്കെ പണിയുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി കെട്ടുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ മൂക്കയറിൻ്റെ ഉള്ളിലൂടെ 2 കയറുണ്ട് വട്ടക്കയറൊന്ന് 2 ലെയർ കോർത്തിടും. വെറുതെ അതിൻ്റെ ഉള്ളിലൂടെ 2 വലിച്ചിടും. അപ്പോൾ അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. കണ്ടോ, അപ്പോൾ ഞാൻ കെട്ടുന്നു നോക്കിയാണ്ടോ, അത്യാവശ്യം ഒരു പൊടിക്ക് ലൂസാക്കി കെട്ടുക. എന്നിട്ട് ഞാനിവിടെ തേച്ചേക്കണത് മഞ്ഞപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മൂക്കിൻ്റെ ചായൻ്റെ ഉള്ളിലേക്കാണ്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇത് മാറിയില്ലെങ്കിലത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പെരുമ്പിലാവിലത്തെ പോത്തുങ്ങളെയാണ് കേട്ടോ ആദ്യം മാറിയത്. അപ്പുറത്ത് നിൽക്കുന്നതാണ് തെറ്റത്ത് നിൽക്കണുണ്ടോ, അവനാണ് നമ്മൾ SRൻ്റെ ഫാമിൽ നിന്ന് തൂക്കിയത്. 280 സംതിങ് തൂക്കിയ വലിയ പോത്തുംകുട്ടി. അപ്പോൾ ഇത് നമ്മൾ പെരുമ്പിലാവിൽ നിന്ന് 2 എടുത്തില്ല, അന്ന് 30 സംതിങ്ങിന് 2 എടുത്തില്ലേ മേനി, ആ കുട്ടികളാണ്. അപ്പോൾ അവരെ കൊടുന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ SRൻ്റെ ഫാമിൽ നിന്ന് ലൈവായിട്ട് തൂക്കി പോത്തുംകുട്ടി എടുത്തത്. അപ്പോൾ ഒരാഴ്ചത്തെ വേരിയേഷൻ ഉള്ളൂ. അപ്പോൾ ഇവരെ ഞാൻ മൂക്കയറ് ജോയിൻ്റ് ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മറ്റവനും കൂടി കൊടുന്നപ്പോൾ ഇവരെന്നൊക്കെ ചെറുതായിട്ട് പാടത്തേക്ക് ഇറക്കുന്നുണ്ടെങ്കിലും നമുക്ക് വരാൻ പോണ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവരെ നമ്മൾ പാടത്തേക്ക് ഇറക്കുമ്പോൾ മൂക്കയറ് ജോയിൻ്റ് ആക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ചുമപ്പക്കയറിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓരാണ് കയറ്, ഭയങ്കര ഓരാണ്. അപ്പം മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ ആ കയറ് കയറണ ഹോളുണ്ടല്ലോ, അത് തന്നെ ഓരം വീണ് പൊട്ടി ചിലപ്പോൾ പഴുക്കും. ഇനി അത് മാത്രമല്ല, മൂക്കിൻ്റെ 2 സൈഡ് ഭാഗം ഉണ്ടല്ലോ, ആ 2 സൈഡ് ഭാഗവും ഒരഞ്ഞ് പൊട്ടി. ഇവർക്ക് ഇപ്പോഴത്തെ കൊണ്ടുവന്ന സമയത്ത്, ഇതൊക്കെ നമ്മൾ കൊടുന്ന സമയത്താണ് ചെയ്തേക്കണം. ഒരാഴ്ച 10 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തേക്കണം. 10 ദിവസത്തിൻ്റെ മേലേക്ക് പോയിട്ടില്ല ഈ മൂക്കയറ് മാറുന്ന സമയത്ത്. അപ്പോൾ ഇവരെ ബോഡിയൊക്കെ ചെറിയ വീക്കായിരിക്കും. അത് മാത്രമല്ല ചെറിയൊരു പനിക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മുറിവുള്ള സാധനം ഒന്ന് പഴുക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഈച്ച വരാനുള്ളൊരു സാധ്യതകളുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മൂക്കയൊന്നും നമ്മുടെ പോത്തുകൾ നമ്മൾ തൊടിക്കില്ല. അപ്പോൾ ഈച്ചയൊക്കെ വന്ന് എങ്ങാനും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ ഓരം വീണാലൊക്കെ ചെറിയൊരു ഈച്ച കയറി മുട്ടിട്ട് പുഴു വന്ന് തകിട്ട് പിടിവും. ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചമ്മണേ മൂക്കയറുമ്പോൾ തൊടാൻ സമ്മതിക്കില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിൽ നിന്ന് എടുത്ത് വരുമ്പോൾ അന്നാണ് ഇവനെ മൂക്കയറ് കുത്തിയേക്കണം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ കയറ് മാറ്റാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഇവന് നല്ല മാതിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവനെ പറ്റില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ഇവനെ ട്യൂണൊന്ന് മാറ്റി പിടിച്ചു. ആളെ അപകടകാരിയൊന്നുമല്ല കേട്ടോ, വളരെ സൈലൻ്റ് ആയിട്ടുള്ള പോത്താണ്, വളരെ സൈലൻ്റ്. പക്ഷേ ഇവൻ്റെ മൂക്കയറുമ്പോൾ തൊട്ടപ്പോൾ ഇവനൊരു ചെറിയൊരു ബുദ്ധിമുട്ട്, പിന്നെ നമ്മളായിട്ട് അത്ര ഇണക്കാവാത്തതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കൊടുന്ന സമയത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഒക്കെ ആളെ ഡീസൻ്റ് ആയിട്ട് ഞാൻ പുറത്തേക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുന്നൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇവനെ കയറുമ്പോൾ തൊടാൻ സമ്മതിക്കണ്ട. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കയറിൻ്റെ തല, അപ്പുറത്തെ തല കെട്ടുള്ള തല വട്ടക്കയറുമ്പോൾ കൂട്ടി വെച്ച് കെട്ടി, എന്നിട്ട് മുറിക്കാൻ പോണതിൻ്റെ തൊട്ട് താഴത്തേക്കായിട്ട് പുതിയ കയറ്, നമ്മൾ പറഞ്ഞ മാതിരി 3 ലെയറുള്ള കയറ് ഒരാഗ്രഹം, 1 ലെയർ 2 ലെയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 1 ലെയർ മാത്രമാക്കി നിർത്തിയത് ഇൻസുലേഷൻ അടിച്ചിട്ടാണ്. കയറ് മുറിച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കയറ് മുറിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പിടിവലി നടത്താനുള്ള സാധ്യത എനിക്ക് മണുത്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ മുറുക്കി മുപ്പാടിൻ്റെ അവൻ്റെ ആ കയറിൻ്റെ വലിക്കേണ്ട ഭാഗം അല്ലെങ്കിൽ ജോയിൻ്റ് അടിക്കേണ്ട ഭാഗം അന്തസ്സായിട്ട് ഇൻസുലേഷൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. കയറ് മുറിച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴും. മുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന് ചെറിയൊരു ചാട്ടോട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓടുന്നല്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാൾ ഷിവർ ചെയ്ത് നിൽക്കും. അപ്പോൾ ആ പണിക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ മുറിക്കും മുപ്പാട് ഇതാക്കണ്ട ഇൻസുലേഷനൊക്കെ അടിച്ച് മുറിക്കണതിൻ്റെ തൊട്ട് താഴത്താക്കിയിട്ട് ഇനി നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊന്ന് വലിക്കുക വേണ്ടു. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. ഇനി മുറിക്കാൻ നിൽക്കുമ്പോഴും ഇവന് ചെറിയൊരു കുറുമ്പ് കാണിക്കുക. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇപ്പോൾ കുഴപ്പമില്ല. കയറ് കത്തിയും കൊണ്ട് ചെല്ലുമ്പോൾ ഒക്കെ അവന് ലേശം പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം മുന്നേ മൂക്കയറ് കുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷനാണ് ആളൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ. അതാ കണ്ടോ, മുറിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ നമ്മളെ കയറ് മുറിക്കേണ്ട കയറും എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി കയറ് മുറിക്കുക വലിക്കുക അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി മുറിക്കണ അവനെ വട്ടക്കയറുമ്പോഴും മൂക്കയറിൻ്റെ മുകളിലും പിടിക്കുമ്പോഴാണ് ദേഷ്യമുള്ള കേട്ടോ, അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല. ഇനി ഇവ മുറിക്കാൻ നിൽക്കുന്ന സമയത്തും ചെറിയൊരു പ്രശ്നം കാണിക്കുന്നത് നോക്കിക്കോട്ടോ, കണ്ടോ. അപ്പോൾ അവനെ അവിടെ വൈമ പിടിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം മുന്നേ മൂക്കയറ് മാറി കുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷനാണ് അയാൾ കാണിക്കുന്നത്, അല്ലാണ്ട് ആള് പ്രശ്നക്കാരനൊന്നല്ല. പിന്നെ നമ്മൾ 2 കയറുമ്മലാണ് ഇട്ടേക്കണത്, കണ്ടോ 2 കയറുമ്മലാണ് കിട്ടിയേക്കണത്. പിന്നെ നമ്മുടെ സേഫ് നമ്മൾ മാറി നിന്ന് മരത്തിനോടാണെങ്കിലും നമുക്ക് സൗകര്യമാണ്. മരത്തോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊമ്പും തലയൊന്നും നമ്മുടെ മേത്തേക്ക് അധികം കൊണ്ടിരില്ല. അപ്പോൾ നമ്മൾ കത്തിയൊക്കെ മാറ്റി പിടിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിർത്തുക. ഇനി മുറിച്ചൊന്ന് കിട്ടി കഴിഞ്ഞാൽ ഒരു 10 എണ്ണം സമയം നമുക്ക് വേണ്ടോ വരുന്നു. മുറിച്ച് അങ്ങോട്ട് കയറ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് 10 എണ്ണം ഒരു സമയം വേണ്ടു, അധികം സമയമൊന്നും വേണ്ട. മുറിച്ച് കയറ് കിട്ടി, ഇതേ കിട്ടി. അവൻ ഒതുങ്ങി നിൽക്കാനുള്ള കയറ് കിട്ടിയിട്ടാ. ഇനി നിങ്ങളിത് ജസ്റ്റ് സിമ്പിൾ പരിപാടിയാണ്. ഇങ്ങനെ ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. ഇത് കണ്ടോ, കയറൊന്ന് മര്യാദയ്ക്ക് പിടിക്കുക. സിമ്പിളായിട്ട് കയറൊന്ന് നേരെ പിടിച്ചിട്ട് വലിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ കണ്ടോ ഇത് സിമ്പിളായിട്ട് കയറി. ഇവന് ലേശം കയറി ലെങ്ത്തിട്ടുണ്ട് കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കാനും കയറ്റാനും വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞു. ഇനി പ്രശ്നമുള്ള കേസൊന്നുമല്ല, ഇനി അത് കൂട്ടിക്കെട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഈ കാണിക്കുന്ന കുറുമ്പൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അവനെ വണ്ടി ഡീസൻ്റായി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കഷ്ടി ഒരു 20 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ പ്രശ്നക്കാരനൊന്നുമല്ല, ആള് സൈലൻ്റായി നല്ല ഡീസൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. അല്ല അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, 2 ദിവസം മുന്നേ മൂക്കയറ് കുത്തിയതാണ്. ആ ഒരു പേടി അവർക്ക് മാറിയിട്ടുണ്ടാവില്ല. പിന്നെ മൂക്കയറ് കുത്തിയത് നമ്മൾ തന്നെ ആണെങ്കിൽ പോത്ത് നമ്മൾ കാണുമ്പോൾ ഓടും പേടിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പോത്തിന് പേടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു ക്രോസ് ബ്രീഡിൻ്റെ കുട്ടി അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഇവരോട് ഇടപഴകുന്ന ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ പേടിയൊക്കെ സിമ്പിളായിട്ട് മാറിപ്പോകും കേട്ടോ. സിമ്പിളായിട്ട് മാറിപ്പോവും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്നാൽ പേടിയുള്ള പോത്തുകളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇതേ അങ്ങനെ പെരുമ്പിലാവിന്ന് കൊടുന്ന പോത്താണ് ഇത് കേട്ടോ. ഇവന് മൂക്കയറ് മാറി സെറ്റാക്കി നിർത്തി. ഇവനെ മൂക്കയറ് മാറുന്ന വീഡിയോ ഇല്ല നമ്മുടെ ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ അത് നമ്മൾ ആഡ് ചെയ്യാണ്ടാണ്. ഇപ്പോൾ തന്നെ 14 മിനിറ്റോളം അതിൻ്റെ വീഡിയോ. അപ്പോൾ ഇനി പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പോത്തുകളൊക്കെ ആദ്യം കൊടുന്ന ചെറിയ കയറൊക്കെ ഇടുന്ന 6ൻ്റെ കയറാണ് ഇടുന്നതെങ്കിൽ അത് മാറ്റി മെല്ലാനെ 8ൻ്റെ കയറാക്കുക. ഒറ്റയടിക്ക് തന്നെ ചെറിയ ഓട്ടാണെങ്കിൽ 8ൻ്റെ കയറ് ഇടാതിരിക്കുക. പിന്നെ അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് 1 മാസം കൂടുമ്പോഴെങ്കിലും കയറ് അടച്ച് കൊടുക്കുക. പിന്നെ മൂക്കിൻ്റെ ഇടയിൽ അങ്ങനെ വല്ല മൂക്കട്ടന്മാരെയൊക്കെ പഴുപ്പിൻ്റെ ചെറിയ അംശം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ ചെറിയ പാത്രം കൊണ്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പ്രശ്നം കിട്ടും. പിന്നെ ഇടയ്ക്ക് ആ മൂക്കയറൊന്ന് അങ്ങോട്ട് തിരിച്ചിടുക, അങ്ങോട്ട് നീക്കി അനക്കി ഇടുക. ഈച്ച കറക്കണ്ടോന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ദിവസത്തേക്ക് ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഞാൻ ഇന്നാളെ ഞാൻ പറഞ്ഞില്ലേ 4 പോത്തിനെ നോക്കാൻ പോയി. എന്നിട്ട് പോത്ത് നമ്മൾ ചെല്ലുമ്പോൾ മണപ്പിക്കും. നമ്മൾ കയ്യൊന്ന് അനക്കി കഴിഞ്ഞാൽ സെക്കൻഡ് നേരം കൊണ്ട് പോത്ത് ജെറ്റ് വിട്ടമാതിരി ഓടുക. പിന്നെ മൂക്കയർ കണക്ട് ചെയ്തിട്ടില്ലേ അവർ. അത് മാത്രമല്ല മൂക്കയർ കണക്ട് ചെയ്യാണ്ട് പോലും മൂക്കതിൻ്റെ 2 പഴുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട മാതിരിയാണ് മൂക്കിൻ്റെ അവിടെ 2 സൈഡിൽ നിൽക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കാണ്ടാണ്. അപ്പം മൂക്കയർ ഇടുന്ന പോത്തുകൾ ഞാൻ പറഞ്ഞില്ലേ ചെറുതായാലും വലുതായാലും ചെറിയ വലിയ കയറൊന്നുള്ളതല്ല, ഒരു പരിധിക്ക് അടച്ചിടുക. പിന്നെ അത് മാത്രമല്ല പോത്ത് വലുതാവണതിനനുസരിച്ച് മൂക്കയറൊന്ന് ലൂസാക്കി കൊടുക്കുക. പിന്നെ ഓട്ട വലുതാവണതിനനുസരിച്ച് കയറൊന്ന് വലുതാക്കി കൊടുക്കുക. ഇതൊക്കെ അവർക്ക് നല്ലതാണ്. അപ്പോൾ നമ്മളിത് ഉപ്പും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ള ആ മിക്സൊന്നും മൂക്കിലേക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത്ര നേരം വന്നോളൂ. കഷ്ടി നമുക്ക് ഒരു 20-25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റ് താഴെയാണ് മൂന്നാമതിൻ്റെ പോത്തിൻ്റെ മൂക്കയറ് മാറാൻ നമുക്ക് വന്നിട്ടുള്ളൂ. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാനും പകച്ച് നിന്നിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ മൂക്കയറ് കുത്തിയത് അങ്ങോട്ട് വലിക്കാൻ പറ്റാണ്ട് പേടിച്ച് കയ്യും കാലും വിറച്ച് റിട്ടേൺ തിരിച്ചൂരി ആളെ വിളിച്ച് കുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവസ്ഥകളൊക്കെ നമുക്കും ഉണ്ടായില്ലേ. പിന്നെ നമ്മൾ ചെറിയ എക്സ്പീരിയൻസ് വരും തോറും നമ്മളത് ചെയ്തു തുടങ്ങി. ഇപ്പം നമ്മുടെ പോത്തിൻ്റെ ചെറുതായാലും വലുതായാലും മൂക്കയറ് കുത്തലും മാറ്റലും കയറൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.